പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ ഇന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും എത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തി സംസാരിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിലെത്തി. പക്ഷേ വന്ദേമാതരം ജോലി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ് ഉണ്ടായത്. രാജ്യസഭയും പിരിഞ്ഞിട്ടുണ്ട്. സ്പീക്കറുടെ സൽക്കാരം അതിനിടെ രാഹുൽ ഗാന്ധി ബഹിഷ്കരിച്ചു. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ശക്തമായ പ്രതിഷേധം, വർഷകാല സമ്മേളനം മുഴുവൻ പ്രതിഷേധത്തിലാണ് അവസാനിച്ചത്. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് സഭ കൃത്യമായി ചേർന്നത്. പല ബില്ലുകളും ചർച്ചയ്ക്ക് പോലും എടുക്കാതെ പാസ്സാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. വിവരങ്ങൾ അതിനകത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ യാതൊരു തരത്തിലും ചർച്ചകളോ നടപടികളോ പോകാത്ത തരത്തിലായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഇന്നിപ്പോഴും പാർലമെന്റിൽ രാജ്യസഭയും ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭ ചേർന്നുടൻ തന്നെ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചതോടുകൂടി വന്ദേമാതരം മുഴക്കി പിരിഞ്ഞു. രാജ്യസഭ ഖനന നിയമ ഭേദഗതി ബിൽ പാസാക്കിയ ശേഷമാണ് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടുള്ളത്. ഈ സമ്മേളന കാലയളവിൽ പാസാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് ഒന്ന് പരീക്ഷാ നിയമ ഭേദഗതി ബില്ല്, കൂടാതെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ഉൾപ്പെടെയുള്ള നിർണായകമായ ബില്ലുകൾ പാസാക്കി. FCRA ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടാനുള്ള പ്രമേയം ഇന്നലെ പാസാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് എടുത്തു പറയുന്നത് BJP സമരത്തിലെ പോലീസ് നടപടി, ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പൂർണ്ണമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ഈ സമ്മേളന കാലയളവിൽ മുഴുവൻ ചെയ്തത്.